കുളിക്കുന്നതിന് മുമ്പ് എണ്ണ പുരട്ടി മുടി കഴുകുന്നവർ ധാരാളമുണ്ടല്ലേ. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു കേശ സംരക്ഷണ ശീലമാണ് മുടിയിൽ എണ്ണ തേക്കുന്നത് അല്ലേ. പണ്ട് കാലങ്ങളിൽ മുടിയിൽ എന്നും എണ്ണ തേക്കുക എന്നത് ആളുകളുടെ ശീലമായിരുന്നു. പണ്ട് മാത്രമല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നിത്യവും തലയിൽ എണ്ണ തേക്കുന്നത് ഇന്നും ഒരു ശീലമായിട്ടുള്ള ആളുകളുമുണ്ട്. അതേസമയം മുടിയിൽ അല്പം പോലും എണ്ണ ഇടാത്ത ആളുകളുമുണ്ട്. ചിലരാണെങ്കിൽ വല്ലപ്പോഴും മാത്രമേ മുടിയിൽ എണ്ണ തേക്കുകയുള്ളൂ. തേച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഇട്ട് എണ്ണ മുടിയിൽ നിന്ന് കഴുകി കളയുകയും ചെയ്യും. കുളിക്കുന്നതിന് മുമ്പ് എണ്ണ പുരട്ടി മുടി കഴുകുന്നവർ ധാരാളമുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതിന് കാരണം ഇതാണ് കേട്ടോ. എണ്ണ പുരട്ടുമ്പോഴെല്ലാം വൃത്തിയുള്ള തലയിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലയോട്ടി വൃത്തിഹീനമാണ്. അതിൽ പൊടിയും അഴുക്കും എല്ലാം കാണും. അതായത് അഴുക്കുള്ള തലയിൽ എണ്ണ പുരട്ടി നന്നായി മസാജ് ചെയ്താൽ തലയിലെ എണ്ണയും പൊടിയും വിയർപ്പും താരനും മലിനീകരണവും തലയുടെ ഉള്ളിലേക്ക്, അതായത് സ്കാൽപ്പിലെ സുഷിരങ്ങളിലേക്ക് തള്ളിവിടും. ഇങ്ങനെ ചെയ്താൽ ഫോളിക്കുലേറ്റ്സ്, അതായത് തലയോട്ടിലെ ചെറിയ മുഖക്കുരു രൂപം കൊള്ളും. അതായത് നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട് തലയിൽ കുരുക്കൾ കാണുന്നുണ്ടെന്ന്. അപ്പോൾ കുരുക്കൾ കാണാനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ സുഷിരങ്ങൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഹെയർ പാക്കോ ഹെയർ ട്രീറ്റ്മെൻറ്റോ എന്ത് ചെയ്താലും അത് നമ്മുടെ തലയോട്ടിയിൽ ഏൽക്കാതെ വരികയും അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുകയും. തലയിൽ എണ്ണ തേക്കുന്നത് മുടിക്ക് ആവശ്യമാണല്ലേ. നമ്മുടെ തലയോട്ടിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ മുടിയുടെ അറ്റത്ത് എത്തുന്നില്ല എങ്കിൽ നമുക്ക് മുടിയുടെ ആരോഗ്യത്തിന് പുറത്തുനിന്ന് എണ്ണ തേച്ച് കൊടുക്കേണ്ടി വരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തലമുടി വേരുകളിൽ നിന്നല്ല മുകളിൽ നിന്നാണ് വരണ്ടു പോകുന്നത്. അതുകൊണ്ട് മുടിയുടെ അറ്റം വരെ നമ്മൾ മസ്റ്റായിട്ട് എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നമുക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ തലയിൽ ഇല്ല എങ്കിൽ, അതായത് നമ്മുടെ മുടിയുടെ അറ്റം വരെ എത്തിയില്ല എങ്കിൽ നമുക്ക് പുറത്തു നിന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുടിയിൽ ആവശ്യത്തിന് എണ്ണ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ തലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഇല്ല എങ്കിൽ നമ്മൾ പുറത്തു നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് മുതൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ ഒരേ അളവിൽ നമ്മുടെ നാച്ചുറൽ ഓയിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വേ എന്ന് പറയുന്നത് പല്ലകളുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ ചീകി കൊടുക്കുക എന്നതാണ്. ഇത് ദിവസം 2 നേരം ചെയ്യുന്നത് നാച്ചുറൽ ഓയിൽ ഈവൻലി നമ്മുടെ മുടി ഇഴകളിൽ, അതായത് മുടിയുടെ അറ്റം വരെ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ പൊടിപടലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അമിതമായിട്ട് മുടിയിൽ, അതായത് സ്കാൽപ്പിൽ എണ്ണ കോരി തേക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതും കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ പുതിയൊരു ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.